ഹലോ, വെൽക്കം ബാക്ക് ടു ഷീജ ഷഫീഖ്. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കും. നമ്മളോട് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഒരു മാമായും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവരെ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ വണ്ടി നിറച്ച് ആൾക്കാരുണ്ട്. വെൽക്കം ബാക്ക്. എന്തൊക്കെയാ വർത്തമാനങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കേരള പര്യടനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള സഫറുള്ള മാമയെ കാണാൻ പോകുന്ന യാത്രയാണ്. അതിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന സ്ഥലം ഏരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇനി ഇവിടുന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ അഞ്ചൽ, ആയൂർ, ചടയമംഗലം, കിളിമാനൂർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞ കണക്ക് ഇപ്പോൾ അടിപൊളി റോഡുകളാണ് എല്ലായിടത്തും ഉള്ളത്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എല്ലാരും ഒരുമിച്ചുള്ള യാത്രയല്ലേ, അതിന്റെ ഒരു വൈബ് വേറെയാണ്. എല്ലാരും ഉണ്ട്. ഷീജയുടെ അമ്മയുണ്ട്, ഷീജയുടെ ജ്യേഷ്ഠത്തിയുണ്ട്, അസ്ന ഉണ്ട്, ഷീബ ഉണ്ട്, ഉമ്മ ഉണ്ട്, വാവയുണ്ട്. അസ്മിയെ കാണുന്നില്ല. അസ്മിയുണ്ട്, അപ്പ ഉണ്ട്, ഹസാനുണ്ട്. എന്താണ് വിശേഷം? അല്ലൂസുണ്ട്. പറയാന്ന് ബ്ലോഗ് ചെയ്ത എന്റെ അസ്നയുടെ സൗണ്ട് ഒക്കെ പോയിരിക്കും കേട്ടോ. അതാണ് അല്ലൂസുണ്ട്. ഇതാണ് ഏരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഏരൂർ ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ വിളക്കുവാർക്ക് പോകുന്നത്. സ്ട്രേറ്റ് പോകുമ്പോൾ കുളത്തൂപ്പുഴ പോകും. ഇപ്പം നമ്മൾ അഞ്ചലോട്ട് പോവുകയാണ്. പറയടി അസ്ന. അസ്ന ബ്ലോഗ് ചെയ്താ. അസ്നക്ക് സൗണ്ട് ഇല്ല. അസ്മി ബ്ലോഗ് ചെയ്തേ. അസ്മിനെ കൂടെ വിശേഷം പറയാൻ പോകും. ഇതാണ് നമ്മുടെ ആയൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലോട്ട് പോകുന്ന വഴി. മുന്നോട്ട് പോയി ചടയമംഗലം റൂട്ടാണ് കേട്ടോ. അതെ, ഇവിടെ നേരെ പോകുന്നതാണ് നമ്മൾ സ്വന്തം ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇതേ യാത്ര പോകുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്. ഇവിടെയൊക്കെ പണ്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ലിഫ്റ്റ് കയറി പോകുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലാണ് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇതാണ് ആയൂർ ജംഗ്ഷന് കഴിഞ്ഞു. ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ എംസി റോഡിലൂടെ കിളിമാനൂർ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടിപൊളി റോഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആയൂർ കോളേജ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു കോളേജാണ്. ഹസാനെ, ഭാഗ്യവിധാത എന്ന് പറയടാ. ഭാഗ്യവിധാത. ഇന്നലെ ഭാഗ്യവിധാത എന്ന് പറയുന്നത്. ഇന്നലെ നമ്മള് മറ്റേ എണ്ണപ്പനയും എന്തൊക്കെയോ തുമ്പത്ത് പിടിച്ച് ഡയലോഗ് അടിച്ച ഷീബ ഇപ്പൊ പറയുന്നത്. എന്തെങ്കിലും അറിയാമെങ്കിൽ പോയി. മണ്ണിന്റെ നല്ലൊരു ഭാരം. എന്നിട്ടിപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു കേട്ടില്ലേ ഭാരം. എന്താ രസമുള്ള കാഴ്ചകളാണ് മക്കളെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നോക്കി അവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതെ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബിലാണ്. തേക്കടി നമ്മളെ നോക്കിയോ? അവൻ നോക്കി, നമ്മൾ തിരിച്ചു നോക്കി. എന്ത് രസമുള്ള സ്ഥലം നോക്കുക. മനസ്സിനും നമ്മുടെ മൈൻഡും മനസ്സൊക്കെ അങ്ങ് മാറി ആ ഒരു വൈബിലോട്ട് അങ്ങ് എത്തുന്ന മൂഡിലാണ് കേട്ടോ. നമ്മുടെ പ്രകൃതി നമ്മളെ കാണിക്കുന്നത്. എന്തിനു നോക്കിയാ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ നോക്ക്, എന്താ രസം നോക്കിയാ. സൂപ്പർ, വണ്ടർഫുൾ. ഇവിടെയൊക്കെ പറഞ്ഞ രാവിലെ വന്നു കഴിഞ്ഞാല് നല്ല മഞ്ഞിറങ്ങുന്നേന്ന്. ഇവിടെ മഞ്ഞ ആണോ? നമുക്കിവിടെ നിന്ന് കിടന്നിട്ട് നാളെ പോയാലോ?
എന്താ രസം. ഫോട്ടോയെ വീഡിയോ എടുക്കായിരുന്നു. അപ്പൊ ഇടയ്ക്ക് നമ്മള് നല്ലൊരു വ്യൂ കണ്ട് അങ്ങനെ അവിടെ നിർത്തി കുറച്ചു നേരം അതൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര തുടരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അസ്മി? ഇഷ്ടപ്പെട്ടോ സ്ഥലം? സൂപ്പർ സ്ഥലമായിരുന്നു, അടിപൊളിയാണ്. മുട്ടായിരുന്നല്ലോ കച്ചറ. നമ്മളങ്ങനെ കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കട്ടപ്പനയിൽ അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് കട്ടപ്പന സുഹൃത്തുക്കളെ. കട്ടപ്പന എന്താ കാക്കെന്നറിയാമോ? സൂപ്പർ സൂപ്പർ. അപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഓടി 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 നമ്മൾ വാഗമണിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ഫോറസ്റ്റിന്റെ ഗേറ്റ് പാസ് ഉണ്ട്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മേളിലോട്ട് പോയിട്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്ത് എത്താം. മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കാണുന്നത്. നല്ല വെയിലുണ്ടെങ്കിലും ചൂടില്ല, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പ്രകൃതിയുടെ സെൽഫ് എയർ കൂളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങ് ദൂരെയായിട്ടൊരു ഇത് കാണുന്നുണ്ടല്ലോ, അത് വളരെ മനോഹരമായിരിക്കുന്നു. അതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് തോന്നുന്നു, അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും വ്യൂ അത് ഒരു രക്ഷയില്ല, അത് പൊളി വൈബാണ് കേട്ടോ. സൂപ്പറായിട്ടുള്ള ആംബിയൻസ് ആണ് കേട്ടോ. അതെ, സൂപ്പറാണ്, കിടിലമാണ്, കിടിലോസ്കിയാണ്. വാവ്, നമ്മളപ്പുറത്തുനിന്നുണ്ടോ? വാട്ട് എ ബ്യൂട്ടി. സൂപ്പർ കാഴ്ചകളാണ് ഇവിടെ. കണ്ണിനും മനസ്സിനും കുളിരുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒടുവില് വാഗമണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിനി ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. അപ്പോ ഇനി നടത്തയുടെ കാഴ്ചകളാണ്. ഇവിടെ എല്ലാം വണ്ടികളുണ്ട്, ബസ്സിൽ സ്കൂളിൽ നിന്നൊക്കെ ആൾക്കാർ ടൂർ വന്നവരൊക്കെ. വളരെ മനോഹരമായ കാലാവസ്ഥയാണ്. മുമ്പോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് കാണാൻ കയറേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ബ്രിഡ്ജിലോട്ട് കയറാൻ പോകുന്ന സീനാണ്. നല്ല കാറ്റും അടിപൊളി പൈനാപ്പിൾ ഐസ്ക്രീമും. അയ്യോ അല്ലൂസ് നോക്ക്, പേടിയില്ല. അപ്പൊ അവിടെ നിന്ന് കുത്തി അവിടെ നിരീക്ഷിക്കുക. സൂപ്പറല്ലേ? അല്ലൂസ് അടങ്ങില്ലല്ലോ സാർ. സൂപ്പർ കേട്ടോ, അടിപൊളി. നമ്മളിപ്പോ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മണ്ടേ നിൽക്കണം കേട്ടോ. സൂപ്പറായിട്ട് അടിപൊളി വ്യൂ. വരാത്തവരൊന്നും വരണം കേട്ടോ. ഫ്ലോറും നമ്മുടെ ഓഫീസിന്റെ അവിടെ കയറി കംപ്ലൈന്റ് എഴുതി കൊടുക്കും. കറണ്ടടിക്കുന്ന ഒരു ഫീലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. നോട്ട്സ് ഫോർ കിഡ്സ്. എന്നാലും നമ്മള് കുറച്ച് എയർ ഗണ്ണിന്റെ പരിപാടിയും പിള്ളേർക്ക് ജമ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി അതുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലൂസ് ജമ്പ് ചെയ്യാൻ പോവാ. വാവ്, സൂപ്പർ സൂപ്പർ.